Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. മോളെ ഇതൊന്ന് കഴിച്ചേ. മോള് ഇതൊന്ന് കഴിച്ചേ. മോളെ അവിടെ നിന്നേ, ഇതൊന്ന് കഴിക്കേ. മോളെ ഒന്ന് കഴിച്ചിട്ട് പോടി. മോളെ എടി ഇതൊന്ന് കഴിച്ചിട്ട് പോ. മോളെ ഓടിക്കാതെ അമ്മേനെ ഇട്ടിട്ട് ഇതൊന്ന് കഴിച്ചിട്ട് പോടി. മോളെ അമ്മയുടെ പൊന്നല്ലേ, ഇതൊന്ന് കഴിച്ചിട്ട് പോ. വാവേ ഒന്ന് കഴിക്കടി. അവിടെ നിക്ക് മോളെ. ഇത് നോക്ക്, അമ്മ മിണ്ടൂലേ. മോളെ ഒന്ന് അവിടെ നിക്കടി. ഒന്ന് കഴിച്ചിട്ട് പോ മോളെ. അവിടെ നിക്കടി. അമ്മനെ പൊന്നു മോളല്ലേ, ഇതൊന്ന് കഴിച്ചേ. ഇതൊന്ന് കഴിച്ചേ. ആ ആ വാ ഈ ഭക്ഷണം മുഴുവൻ കഴിച്ചാല് അമ്മ കുറേ കഥകൾ പറഞ്ഞു തരാട്ടോ. വാ.
എണീറ്റോ? അടുത്ത അലാറം അടിച്ചിട്ട് നീ എണീറ്റില്ലെങ്കിൽ തലയിൽ കൂടെ വെള്ളം ഒഴിക്കാൻ ഇരിക്കുമായിരുന്നു ഞാൻ. ഭക്ഷണം ഒന്നും ആയില്ലേ? വിശന്നിട്ട് വയ്യ. അമ്മ എണീറ്റു. കിടന്ന് കാറണ്ട, ഫുഡ് ആവുന്നേ ഉള്ളൂ. അമ്മാമ്മയല്ലേ. തന്നെ എല്ലാം കൂടെ ചെയ്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കണ്ട. മമ്മി അയ്യടാ, അമ്മയുടെ പൊന്നുമോൾ സോപ്പിടണ്ടാട്ടാ. വാ നാറണു, ചെല്ല്, ചെന്ന് പല്ല് വെച്ചിട്ട് വന്നേ. ചെല്ല് ചെല്ല്. ഓ മമ്മി. മമ്മി ഞാൻ മേലെ ഉണ്ടാവേ. അതെ, ഭക്ഷണം വേണമെങ്കിൽ താഴേക്ക് വന്നോ, മുകളിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് വയ്യ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. മെൽവിൻ എന്നെ എടുക്കുക? ഒന്നുമില്ലടി, ഞാനിങ്ങനെ ജോബ് വേക്കൻസി ഒക്കെ നോക്കുമായിരുന്നു. മെൽവിൻ എന്തെങ്കിലും കഴിച്ചോ? ആ, കഴിച്ചു. നീ കഴിച്ചോ? ഞാനിപ്പോൾ എണീച്ചിട്ടുള്ളൂ, പല്ലുപോലും തേച്ചിട്ടില്ല. എന്നാ എൻ്റെ മോള് പോയി പല്ലൊക്കെ തേച്ച് ചായ കുടിക്കുക. ഓക്കെ? ഒന്നും കിട്ടിയില്ല. എന്നാ കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ബൈ. മകരി സിന്ദൂര തിലകവുമായി കൊള്ളിക്കുയിലേ. താനോ? എന്താണ് വിശേഷം? ആ, ഡോക്ടർ പോവാണോ? അല്ല, എനിക്ക് പോയിട്ടൊരു ചെറിയ ആവശ്യമുണ്ട്. തന്നെ കാണാമെന്നാണോ? ആ, ഞാനൊന്ന് കാണാന്ന് വിചാരിച്ചത്. തനിക്ക് ആ പ്രശ്നം, താൻ ആ മാസ്ക് ഒന്ന് മാറ്റിക്കേ, ഒരിക്കൽ അല്ലെങ്കിൽ തന്നെ ഒരു കോപ്പം മനസ്സിലാകില്ല. ഇതിട്ടാ ഒട്ടും മനസ്സിലാകില്ല. ആട്ടെ, ആ പ്രശ്നം തനിക്ക് വീണ്ടും വന്നോ? ചെറുതായിട്ട് വരുന്നുണ്ട് പ്രശ്നം. പിന്നെ ഡോക്ടർ. ഓക്കെ, ഡോൺ വറി. ഇന്ന് വൈകുന്നേരം താൻ താമസിക്കുന്ന ഏരിയയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വരുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ വന്നിട്ട് താങ്കളെ വിളിക്കാം, അതുപോലെ. ഓക്കെ, 1 സെക്കൻഡ്. ആ, ഒരു കോൾ വരുന്നുണ്ട്. വൈഫിന്റെ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം. അപ്പൊ വൈകുന്നേരം കാണാം. ഓക്കെ? ആ, എത്തി ഇപ്പൊ വരാം. ആ, മെൽവിനെ. ഹലോ, സന്ദീപേട്ടാ, എവിടെയാ? ഞാൻ ടൗണിലാണ്. ആ, ടൗണിലാണല്ലേ? എന്ത് പറ്റിയടാ? ഒന്നുമില്ല സന്ദീപേട്ടാ, നാളെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടേ. അതിൻ്റെ കാര്യം സംസാരിക്കാനായിരുന്നു. സന്ദീപേട്ടൻ ഒന്ന് ഇവിടേക്ക് വരുമോ? ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ, ഓക്കെ, ശരി. അമ്മാമേ ഫുഡ്. പച്ചക്കറി
കേറി പോടാ. ഓ ഇനി അതിനെയും കൂടി ഇങ്ങോട്ട് വിളിച്ചിറക്കി എന്റെ സ്വസ്ഥത കളയല്ലേടാ. അവന്റെ ഒരു ഫോണ് തരാം, ഞാൻ നിനക്ക് തരാം. എന്ത് പറ്റടാ അഷ്റഫേ? ശരിയാക്കി തരാടാ. ആ ഓ എന്റെ സന്ദീപ് ഒന്നും പറയണ്ടടാ. എടാ സൂപ്പർ ഫാസ്റ്റോ സൂപ്പർ ജെറ്റോ അങ്ങനെ എങ്ങാണ്ടൊരു യൂട്യൂബേഴ്സിനെ പോലീസ് പൊക്കിയില്ലേ, ആ അതിന് കേരളം കത്തിക്കാൻ നടക്കുക അവൻ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. എടാ ഇതൊന്നും പോരായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഇവൻ പോലീസിനെ തെറി വിളിച്ചിരിക്കുന്നു. ശ്ശോ. എന്റെ സന്ദീപൻ ഞാൻ ഇനി എന്തെല്ലാം കാണ്ടി വരുന്നു പടച്ചോനെ അറിയൂ. എടാ നീ ഒന്ന് സമാധാനപ്പെട്. നീ എന്തിനാ അവനെപ്പോഴും ഫോണൊക്കെ വാങ്ങിക്കൊടുത്തേ? അവൻ കുഞ്ഞല്ലടാ. കുഞ്ഞോ അവനോ? എടാ 10ാമത്തെ വയസ്സിലൊക്കെ നമ്മൾ എന്താ ചെയ്തത്? ഉമ്മ ചോറ് വാരി തരുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുമല്ലായിരുന്നു? ആണല്ലോ. ഇപ്പൊ ഇവന്റെയൊക്കെ വായിന്ന് വരുന്ന തെറി കേൾക്കണം. എന്റെ സന്ദീപൻ ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത തെറി അവൻ പോലീസിനെ വിളിച്ച്, അറിയാവോ? ശ്ശേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഫോൺ വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഓൺലൈൻ ക്ലാസ് അല്ലേ, ഓൺലൈൻ ക്ലാസ്. ഉള്ള സമാധാനം പോയി. ഓട്ടടാ, നീ ഇനി അവനെ വഴക്ക് പറഞ്ഞ് അടിക്കാനൊന്നും നിൽക്കണ്ട. പറഞ്ഞാൽ മനസ്സിലായിക്കോളും. എല്ലാം ശരിയാവടാ. ചപ്പാത്തി വരുത്താൻ നേരെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ ഡോക്ടറെ. എടോ, ആ ഞാൻ തൻ്റെ റെസിഡൻഷ്യൽ ഏരിയയിലുണ്ട്. തൻ്റെ വീട് എവിടെയാ? ഡോക്ടർ നിൽക്കുന്ന അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ വന്നാൽ മതി. ഞാൻ പുറത്തിറങ്ങി നിൽക്കാം. അല്ല താ കഴിക്കുമോ? സാധനം എന്തെങ്കിലും ഉണ്ട്? ഡോക്ടർ വാ. ഏതാ? ആ ഓക്കെ, ഇതാ വരുന്നു. വരൂ. ആ വീടൊക്കെ കൊള്ളാവല്ലോടു, അടിപൊളിയായിരിക്കും. താങ്ക് യു. ഡോക്ടർ ഇവിടെ ആരെ കാണാൻ വന്നായിരുന്നു? എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്, ഒരു അഡ്വക്കേറ്റ് മോഹൻ. ഞാൻ അയാളെ കാണാനായിട്ടാണ് വന്നത്. പക്ഷേ കർഷകാലത്തിന് അയാൾ ക്വാറന്റൈനും. ഓ ആട്ടെ, ഒറ്റയ്ക്കാണോ വീട്ടിൽ താമസം? ഞാൻ വെള്ളം എടുക്കാം. റൈറ്റ്. എടോ, കൊറോണ വന്നതിന് ശേഷമേ ബാറിൽ നിന്നുള്ള അടിയില്ല. വീട്ടിലാണെങ്കിൽ വൈഫ് സമ്മതിക്കില്ല. എന്താ ചെയ്യുക? ഇതാപടി. അല്ല ഡോക്ടറെ, രാത്രി അടിച്ചിട്ട് പോയാൽ പോലീസ് സീനാക്കൂല്ലേ? ഇപ്പം എല്ലായിടത്തും ഭയങ്കര ചെക്കിംഗ് ഒക്കെ അല്ലേ? ഈ ഒരു കാര്യത്തിൽ എനിക്ക് കൊറോണയോട് ഭയങ്കര ബഹുമാനം. കൊറോണ വന്നതിന് ശേഷം ഈ ഊതിക്കുന്ന പരിപാടിയൊക്കെ പോയില്ലേ? അല്ല ഞാനും ചോദിക്കട്ടെ, ഏത് പോലീസുകാരനുണ്ട് ഈ മാസ്ക് മാറ്റിയിട്ട് ഊതിക്കാൻ ധൈര്യമുള്ളവൻ?
ആരുമില്ല. ആട്ടെ, തനിക്ക് പിന്നെയും പാനിക് അറ്റാക്ക് വല്ലതും വന്നോ? വന്നു. എനിക്കറിയില്ല ഡോക്ടർ ഇത് എന്താ ഇങ്ങനെയെന്ന്. എടോ, ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ലടോ. പക്ഷേ താൻ എൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, താൻ ആദ്യം എല്ലാം ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കും. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാക്കാടോ. ആ, 5 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഡോക്ടർ. തമിഴ്നാട്ടിലെ വെല്ലൂർ CS ബിൽഡേഴ്സിന്റെ MD ആയിരുന്നു ഞാൻ. അപ്പോൾ ഓഫീസിൽ വാങ്ങേ നേരിൽ പേസലാം. ആ ഓക്കെ, ബൈ. May I coming, sir? യെസ്, കമിൻ. Thank you, sir. അഞ്ജലി അല്ലേ? Yes, sir. വെൽക്കം ടു CS ബിൽഡേഴ്സ്. Thank you, sir. അന്നാണ് അഞ്ജലിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അവളുടെ പെരുമാറ്റവും ജോലിയോടുള്ള ആത്മാർത്ഥതയും എന്നെ ഒരുപാട് ആകർഷിച്ചു. അവൾക്കും എന്നെപ്പോലെ അച്ഛനും അമ്മയും ഇല്ല എന്നറിഞ്ഞപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഞങ്ങൾ ഒരുപാട് അടുത്തു. എന്തു പറ്റി തന്നെ ഓഫീസിലൊന്നും നോക്കിയിട്ട് കണ്ടില്ല? എന്തു പറ്റി? എനി പ്രോബ്ലംസ്? Nothing, sir. എന്തു പറ്റി അഞ്ജലി? അത് എങ്ങനെയാ പറയണത് എനിക്കറിയില്ല, സർ. നാട്ടിൽ അപ്പം മരിക്കുന്നതിന് മുമ്പ് എന്നെ പഠിപ്പിക്കാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം വാങ്ങിയിരുന്നു. അപ്പം മരിച്ചതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പം അവരെന്നെ വിളിച്ചിട്ട് ക്യാഷ് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കൂടെ കിടക്കണം എന്നൊക്കെയാ പറയണേ. എനിക്കറിയില്ല ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന്. തന്നെ സർ സർ ഇതാ, ഇനി അയാൾ തന്നെ വിളിക്കുമല്ലോ. എടോ, തന്നെ പോലെ തന്നെയാ ഞാനും. എനിക്കും അച്ഛനും അമ്മയും ഒന്നുമില്ല. പിന്നെ തന്നെ എനിക്കിഷ്ടമാണ്. സർ കല്യാണം കഴിക്കണമെന്നുണ്ട്. തനിക്കിവിടെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചന പറ. എന്നാ ഓഫീസിൽ നിന്ന് കാണാം.
ഓർമ്മകൾ ആരെയോ തേടുന്നു നിൻ മൗനമെൻ്റെ കാതിൽ ചൊല്ലും എൻ കനവാണോ നീ ആരുമറിയാതെ ഈ മിഴിയോരം എൻ കിനാവിൽ നീ ആരെയോ തേടുന്നു കണ്ണാടി കണ്ണിൽ മിന്നും പോലെ മന്ദാരപ്പൂവേ നീ പോകും വഴിയിൽ യാമങ്ങൾ തോറും തേടുന്ന നിമിഷങ്ങൾ ഈരാവിൽ മായും ഓർമ്മകൾ ആരെയോ തേടുന്നു നിൻ മൗനമെൻ്റെ കാതിൽ ചൊല്ലും എൻ കനവാണോ നീ എന്നിട്ടെന്താ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവള് പ്രഗ്നന്റ് ആയി. അതല്ലോ ബാക്കി പറ. ആ. സാർ അത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. ആ. സാറേ അഞ്ജലി ചേച്ചിക്ക് സുഖല്ലേ? ആ, സുഖമായിട്ടിരിക്കുന്നു. നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. ആ എൻ്റെ വിശ്വസം ഒന്ന് അറിയിക്കണേ. ഓ, പറയാം. ശരി സാർ. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷമുള്ള അഞ്ജലിയുടെ ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു അത്. അവൾ വന്നതിന് ശേഷം ഞങ്ങളുടെ ബിസിനസ്സും ഒരുപാട് മെച്ചപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. റിനോവേഷന് വേണ്ടി എന്നെ ഏൽപ്പിച്ച ഒരു സുഹൃത്തിൻ്റെ റിസോർട്ട് ഞങ്ങൾക്ക് മാത്രമായി ഞാൻ അന്ന് രാത്രി അറേഞ്ച് ചെയ്തു. അവൾക്ക് മറക്കാനാവാത്തൊരു ദിവസം സമ്മാനിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ആ രാത്രി എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. ബിസിനസ് പാർട്ടി ആയതുകൊണ്ട് എന്താ ഇവിടെ? ഇവിടാണ് പാർട്ടി. എന്നിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വാ, ഞാൻ ഒന്നുമില്ല, തന്നെ അങ്ങ് വെക്കും. വാടൂ. ഹലോ സാറേ, എല്ലാം സെറ്റാക്കിയിട്ടില്ലേ? സാറേ, ഓക്കെ, ബൈ. ആരാ? എൻ്റെ ഒരു ഫ്രണ്ടാ. ഞാനറിയാത്ത ഏത് ഫ്രണ്ട്? ഒരു ഫ്രണ്ട്. നമ്മൾ പാർട്ടിക്ക് തന്നെ വന്നത്. പക്ഷേ ഈ പാർട്ടിയിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ മോളെ. ശരിക്കും ഞാൻ കരുതി നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ ഒക്കെ മറന്നുപോയി കാണും. ഭാര്യയുടെ ബർത്ത്ഡേ, അതും നമ്മൾ ആദ്യത്തെ. മറന്നാ പിന്നെ ഞാനെന്താ കോന്തം ഭർത്താവാടും. ഇനി ഞാൻ നിനക്കൊരു സർപ്രൈസ് തരട്ടെ. ഐ എം പ്രഗ്നന്റ്. ഞാൻ പ്രഗ്നന്റ് ആണ്. സത്യം?
I'm the happiest person in the world right now. എന്തിനാണ് സാറേ രണ്ടാളും കൂടെ പാതിരാത്രിക്ക്? റൊമാൻസ് ആണ്. നീ എന്താ ഇവിടെ? എന്നോട് രണ്ട് വർത്താനം പറയാൻ തന്നെ ഫോളോ ചെയ്ത് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞിട്ടേ പോവൂ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് നാളെ സംസാരിക്കാം. ഇപ്പം അങ്ങനങ്ങ് പോകാനല്ല ഞാൻ വന്നത്. വിളിച്ചോണ്ട് പോ. താൻ എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട കാരണം എനിക്കിപ്പോൾ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ എൻ്റെ ഭാര്യ അവളെന്നെ മൈൻഡാക്കുന്നില്ല. തൻ്റെ ഉണക്ക കമ്പനിയിലെ ഉണക്ക സാലറി കാരണമാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഇപ്പം എല്ലാവരുടെ മുമ്പ് ഞാനൊരു കള്ളനാണല്ലോ. തന്നോട് ശമ്പളം കൂട്ടിച്ച് വെച്ചപ്പോൾ താൻ എന്തുവാ പറഞ്ഞ് പോയി പണി നോക്കാൻ. താനെൻ്റെ കുടുംബം കുളന്നുണ്ട്. തൻ്റെ കുടുംബം ഞാൻ കുളന്നു. വിടറ. ഇത്രയും പറയാൻ തന്നെ ഞാനിവിടെ വന്നത്. അല്ലാതെ തൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കാനൊന്നുമില്ല. മേളത്തോട്ട് കളിക്കല്ലേ, ദേഹത്തോട്ട് കളിക്കുന്നോടാ. ഇവിടെ തന്നെ ഞാൻ തീർക്കും. എനിക്കിനി ഒന്നും നോക്കാനില്ല. അവൻ എങ്ങനെ അവിടെ എത്തി നിന്നു എനിക്കറിയില്ല. റിനോവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പകുതി മുറിച്ച് മാറ്റിയ ഒരു കമ്പി അവളുടെ തലതുളച്ച് കയറി കിടക്കുന്നത് കണ്ടപ്പോൾ ആ കാഴ്ച എന്നെ തകർത്ത് കളഞ്ഞു. അവളെ നഷ്ടപ്പെട്ട വേദനയെക്കാളേറെ ഭയമാണ് എനിക്ക് തോന്നിയത്. ആ കാഴ്ച ഉണ്ടാക്കിയ പേടി പിന്നെ ഒരിക്കലും എന്നെ വിട്ടുപോയില്ല. എല്ലാത്തിനോടും ഭയം. ഉച്ചത്തിൽ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പോലും ഭയം. 2 വർഷത്തോളം ഞാൻ മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാം പോയി. ഞങ്ങൾ വളർത്തിയെടുത്ത ബിസിനസ്, വീട്, എല്ലാം. ഓഫീസിൽ നിന്ന് പൈസ മോഷ്ടിച്ചതിന് ഞാൻ പറഞ്ഞു വിട്ട ഒരു സ്റ്റാഫ്. ഞാനൊന്ന് അവനെ പോവാൻ അനുഭവിച്ചാൽ മതിയായിരുന്നു. അവളും എൻ്റെ മോനും ജീവനോടെ ഉണ്ടായനെ. വെറുതെ ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു. പിന്നെ അങ്ങോട്ട് എല്ലാത്തിനോടും ഒരു പേടിയായിരുന്നു. പിന്നെ ഞാൻ കുറെ സൂയിസൈഡ് ചെയ്യാൻ നോക്കി. അതിനുള്ള ധൈര്യം വേണ്ട. ഇപ്പൊ എങ്ങനെയാ ഇവിടെ എത്തി? ആർക്കോ വേണ്ടി ജീവിക്കുന്നു. എടോ, താൻ സങ്കടപ്പെടാതിരിക്കേ. ഇപ്പോഴാ സത്യത്തിൽ തൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലായത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലൊക്കെ ട്രാജഡിയും പ്രശ്നങ്ങളൊക്കെ കാണുപെടൂ. ഈ മനുഷ്യ ജന്മം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആടൂ. ഇതിപ്പോൾ 5 വർഷം കഴിഞ്ഞില്ലേ? നാളെ ഞാനൊരു വേറൊരു പ്രിസ്ക്രിപ്ഷൻ തരാം. ആ മരുന്ന് 1 മാസം കഴിച്ചു നോക്ക്, എല്ലാം ശരിയാവൂ. പിന്നെ പറ്റുമെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് സെറ്റാകാൻ വല്ല യോഗയോ, പിന്നെ കഴിയുമെങ്കിൽ എവിടെങ്കിലുമൊക്കെ യാത്ര പോകും. ഇപ്പൊ തന്നെ ലേറ്റായി. എല്ലാം ശരിയാവൂ. ധൈര്യമായിട്ടിരിക്കുക. ബി എ ഗുഡ് മാൻ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അടിപൊളി ഡ്രസ്സാണല്ലോ ഇല്ലി. ബർത്ത്ഡേക്ക് മമ്മിയുടെ ഗിഫ്റ്റാ. എങ്ങനെയുണ്ട്? കൊള്ളാലോ, നൈസായിട്ടുണ്ട്. പിന്നെന്താ? പിന്നെ എന്ത്, എനിക്കാകെ ഒരു സുഖയില്ലടി. എന്തു പറ്റിയടാ? ആകപ്പാട് ഈ പണ്ടാരം പിടിച്ച കൊറോണ കാരണം ജിമ്മിലൊന്നും പോകാൻ പറ്റാണ്ട് നല്ലോണം തടി വെച്ചു. വണ്ണല്ലേ? എനിക്ക് ഇച്ചിരി വണ്ണൊക്കെയുള്ള ആൾക്കാരായിട്ടോ ഇഷ്ടം. തനിക്ക് അങ്ങനെയൊക്കെ പറയാം. എൻ്റെ വിഷമം എനിക്കല്ലേ അറിയൂ. എടി, എനിക്കൊരു കോള് വന്നണ്ടേ, ഞാൻ ഇപ്പോൾ വിളിക്കാം. ഹലോ, ആ സന്ദീപേട്ടാ. ആ മെല്ലിനെ, നീ ഉറങ്ങിയായിരുന്നോ? ഏയ് ഇല്ലില്ല, ഞാൻ ലീസിയോട് സംസാരിക്കുമായിരുന്നു. എന്തേ സന്ദീപേട്ടാ? എടാ, നീ ചോദിച്ചില്ലേ നാളെ അവളെ കാണാൻ പോകാൻ വരുന്നു? നാളെ പോണതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് പോവാം. ഞാനും വരാം. ആണോ?
ആ സെറ്റ് സെറ്റ്, ഞാൻ രാവിലെ എത്തിയേക്കാം. നാളെ നീ എപ്പോഴാണ് വരുന്നത്? ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും റെഡിയാണോ? ആ എടാ, എനിക്ക് ഒരു കോള് വരുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ? ആ ശരി സന്ദീപ് ഏട്ടാ, ഗുഡ് നൈറ്റ്, ബൈ. ഹലോ സന്ദീപേ, ആ ഡോക്ടറെ. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണ്. എന്തു പറ്റി ഡോക്ടറെ? ഹലോ, കേരള പോലീസിന് നല്ല ധൈര്യമാണ്. ബൊമ്മാരെന്നെ ഊതിച്ചു. അയ്യോ, ഞാനേ ദേശം വരെ ഒന്ന് പോയിട്ട് വരാം. നാളെ എന്നെ കണ്ടില്ലെങ്കിൽ നീ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കും. അല്ല ഡോക്ടർ ഇപ്പോൾ എവിടെയാ ഉള്ളത് ആക്ച്വലി? ഞാൻ പറഞ്ഞോ ഡോക്ടറെ? ഹലോ ശരി സന്ദീപേ. ഹലോ ഹലോ ഡോക്ടറെ, ഹലോ. പോകുന്നവരെ ആശുപത്രിയിലൂടെ കയറി RT-PCR ചെക്ക് ചെയ്യാം. ആ നേരം ഹോസ്പിറ്റലിലോട്ട് പോകണം. ഓരോ വഴികളും പോയി മറയേ അല്ലടാ, നമ്മൾ എപ്പോ അവിടെ എത്തും? ഇപ്പൊ സമയം 6 മണിയായല്ലോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. സൂര്യപരാഗം പൊഴിയുന്നു ദൂരെ. പിന്നെ നമ്മൾ വന്ന കാര്യം അവൾക്ക് അറിയില്ലല്ലോ. ഞാൻ ഉച്ചവരെ ഒരു മീറ്റിംഗിലാണെന്നാ പറഞ്ഞത്. മനസ്സിൽ നിറയും അവളെന്തായാലും എന്നെ കാണുമ്പോ സർപ്രൈസ്ഡ് ആവും. പുഴ പോലെ മിഴിയാകെ ഇമകളിൽ എഴുതിയ നിലവുകളിൽ ഇനി ഈ വഴികളിൽ ആരാരോ മിഴിയാൽ മീട്ടും പ്രിയരാഗം അറിയാതെ ഓരോ വഴികളും പോയി മറയേ ഇന്നീരാവും ആർദ്രതയിൽ നിന്നു ഈറൻമുകിലിൻ താഴ്വരയിൽ സൂര്യപരാഗം പൊഴിയുന്നു ദൂരെ. മോനെ, അച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ പറഞ്ഞ മാസ്ക് എടുത്ത് വെക്കണ. എന്റെ മാസ്ക് അല്ല സാറ് വെച്ചേക്കുന്നത്. മൺകുടങ്ങളായി നാം ഓരോ വഴികളും പോയി മറയേ ഇന്നീരാവും ആർദ്രതയിൽ നിന്നു ഈറൻമുകിലിൻ താഴ്വരയിൽ സൂര്യപരാഗം പൊഴിയുന്നു ദൂരെ. മഴവിൽ എഴുതിയ ചാരുതയിൽ മനസ്സിൽ നിറയും നീയാരോ പതിയെ ഒഴുകും പുഴ പോലെ മിഴിയാകെ ഇമകളിൽ എഴുതിയ നിലവുകളിൽ ഇനി ഈ വഴികളിൽ ആരാരോ മിഴിയാൽ മീട്ടും പ്രിയരാഗം അറിയാതെ ഓരോ വഴികളും പോയി മറയേ ഇന്നീരാവും ആർദ്രതയിൽ നിന്നോ ഈറൻമുകിൽ
താഴ്വരയിൽ സൂര്യപരാഗം പൊഴിയുന്നു ദൂരെ. വഴി ബ്ലോക്കാണല്ലോ. വാ നോക്കാം. ഇത് തന്നെ വഴി. പക്ഷേ കാറിന് മുമ്പോട്ട് പോകുന്നു തോന്നണില്ല. നീ പോയിട്ടോ. അതെന്താ? സന്ധ്യവേട്ടൻ വരുന്നില്ലേ? നിങ്ങളുടെ പ്രവേശില്ലടാ, ഞാനെന്തിനാ വരുന്നേ? നീ പോയിട്ടോ. അതുവരെ സന്ധ്യവേട്ടൻ എന്ത് ചെയ്യും? എനിക്ക് എന്തായാലും നല്ല തലവേദനയുണ്ട്, ഞാൻ കുറച്ചു നേരം കാറിൽ കിടക്കാം. എന്നാ ഞാൻ വരുന്നവരെ കാറിലായിരുന്നു. നീ പോസ്റ്റ് ആക്കില്ലല്ലോ? ഇല്ലില്ല, ഞാൻ പോയിട്ട് സംസാരിച്ചിട്ടൊക്കെ വരാം. ഓക്കെ ശരി. ശരി. സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മെൽവിൻ. വാ മമ്മി, ഇതാരാ വന്നേ നോക്കിയേ. വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയിട്ടോ. ഹായ് മെൽവിൻ. അമ്മ, വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. മക്കളിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി. മെൽവിൻ, യു മെയ്ഡ് മൈ ഡേ. താങ്ക് യു. ലവ് യു. അടിപൊളി വീടാണല്ലോ. അല്ല, ഇത്ര വലിയ വീടായിട്ട് ഇങ്ങോട്ട് വണ്ടിയൊന്നും വരില്ല? ഞാൻ പറഞ്ഞുതരാം. എന്തായാലും കൊള്ളാം, അടിപൊളി ആംബിയൻസ്. വാ. മമ്മി ഇതാ വരുന്നു.
പിടിച്ചിട്ടുണ്ടാവും. താങ്ക് യു അമ്മ. ഇവിടെ കൊറോണ കേസൊക്കെ എങ്ങനെയാ? ഓ, ഞങ്ങൾ കുറച്ച് ഉള്ളിലായതുകൊണ്ടേ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ അമ്മയെ വന്ന കാര്യം? നിങ്ങളുടെ കല്യാണക്കാരിയല്ലേ, അത് എത്രയും പെട്ടെന്ന് നടത്തണം. അമ്മയ്ക്ക് പൈസ വരുവാണേ. മക്കൾ സംസാരിച്ചിരിക്കുക, അമ്മ പോയി ഫുഡ് എടുത്തിട്ട് വരാം. യു ആർ സോ ലക്കി എലി, ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയില്ലേ. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ മെൽവിൻ്റെ കൂടെ അമ്മയല്ലേ. എലി, ഇവിടുത്തെ വാഷ്റൂം എവിടെയാ? അവിടെ തന്നെ. അയ്യോ, മെൽവിൻ, മെൽവിൻ, മമ്മി, മമ്മി ഓടി വാ. മെൽവിൻ, മെൽവിൻ, മമ്മി, മമ്മി ഒന്ന് വേഗം വാ. മമ്മി, മെൽവിൻ, എന്ത് പറ്റി? മെൽവിൻ, 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 മറിച്ചു കിടത്തി മോളെ. മെൽവിൻ, മെൽവിൻ, കണ്ണുറക്കും മോനെ. മെൽവിൻ, 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 എനിക്ക് മെൽവിൻ, മെൽവിൻ, മെൽവിൻ. എലീസ, ഞാൻ കിടന്നുറങ്ങിപ്പോയി. സമയം എത്രയായി? സമയം 2 കഴിഞ്ഞു മെൽവിൻ. ഓ, അത്രയും സമയമായോ? ഞാൻ എന്നാ പോട്ടെ. വേണ്ട മെൽവിൻ, മെൽവിൻ ഇന്നിവിടെ നിന്നിട്ട് പോയാൽ മതി. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോക്കില്ല മെൽവിൻ. മെൽവിൻ ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ മെൽവിന്റെ വയറ് കീറി ഒരു കിഡ്നി എടുത്തു. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ മെൽവിൻ മരിക്കും. പിന്നെ ഞങ്ങൾ മെൽവിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കും. ഇനി ഞങ്ങൾക്കുള്ള ഭക്ഷണമാണ് മെൽവിൻ. എലീസ, നീ എന്നെ പറ്റിക്കാൻ പറയല്ലേ? പറ്റിക്കാൻ പറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ മെൽവിന്? എനിക്ക് പേടിയാവുന്നു. ഞങ്ങളിവിടെ എന്നും കഴിച്ചുകൊണ്ടിരുന്നത് മെൽവിനെ പോലെ എന്നെ സ്നേഹിച്ച് ഇവിടെ കാണാമെന്ന പലരെയുമാണ്. സോ എൻജോയ് യുവർ ഡെത്ത്. എലീസ, എലീസ, നോ. എലീസ, 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 നോ. എലീസ, പ്ലീസ് ഡോണ്ട് കിൽ മീ.
Please don't kill me. Elisa. 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 മമ്മി, മെൽവിൻ പറ്റി? മെൽവിൻ, മെൽവിൻ, മെൽവിൻ. എലിസ, ഞാൻ എന്ത് ചെയ്തിട്ടാ? I fucking trusted you, you bitch. Please, എന്നെ കൊല്ലല്ലേ, എലിസ. എലിസ, എലിസ. എന്ത് ഓ Lisa! Elisa! Elisa! Elisa, please help me. Elisa! Elisa, please help me. Elisa! Elisa! Elisa, please!
മമ്മി, എന്താടി? ഈ അമ്മാമ്മ പണ്ടേ ഇങ്ങനെയാണോ? എന്ത്? അല്ല, പണ്ടേ ഇങ്ങനെ വെറുപ്പിക്കലാണോ എന്ന്. എന്നാ കുടിച്ചോ. മമ്മി, എലീസയല്ലേ? അതെ. ഞാൻ മെൽവിൻ്റെ ഫ്രണ്ടാണ്. പേര് സന്ദീപ് എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നിരുന്നേ. ആ, കാറിന്ന് പുറത്തിറങ്ങിയപ്പം ഞാൻ ചാവി കാറിനകത്ത് ലോക്കായി പോയി. മെൽവിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതാ. മെൽവിൻ ഇവിടെ ഇല്ലേ? മെൽവിനോട് അടുത്തുള്ള ഷോപ്പിൽ പോയേക്കുവാ. ബിയർ എന്തോ വാങ്ങാനായിട്ട്. ഫോൺ ഇവിടെ ചാർജിനിട്ടേക്കോ, അതാ വിളിച്ചിട്ട് കിട്ടാഞ്ഞേ. ഓ, മെൽവിനെ അകത്തേക്ക് ഇരിക്കാം. ഓ, ഇരിക്കുക കേട്ടോ. മെൽവിൻ ഇപ്പൊ വരും. ഓ, മോളെ കഥ കഴിച്ചേക്ക്. ശരി മമ്മി. മമ്മി, നമ്മളിനി എന്ത് ചെയ്യും? അറിയില്ല മോളെ, എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഇനി ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടാവോ? അറിയില്ല മമ്മി. നീ വാ. ഇയാളും മെൽവിനും കൂടെയാണ് ഇങ്ങോട്ട് വന്നേ? അതെ. മെൽവിൻ പറഞ്ഞില്ല അല്ലേ? ഇല്ല. മെൽവിന്റെ വീടിന്റെ അടുത്താണ് താമസം? ആ, ഏകദേശം അടുത്താ. വീട്ടിലാരൊക്കെയുണ്ട്? അങ്ങനെ പറയാനൊന്നും ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാ. മെൽവിൻ എപ്പോ വരും? പോയ കട കുറച്ച് ദൂരെ, ഒരു 30 മിനിറ്റ്സിനുള്ളിൽ എത്തും. മെൽവിൻ വരുന്നവരെ ഇരിക്കട്ടോ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഓ, എന്ത് നല്ല ആൾക്കാരാ. മെൽവിന്റെ ഭാഗ്യം. മമ്മി, ഇവർ രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് കോലടിച്ചല്ലോ മോളെ. ഇവനും കൂടെ നമ്മുടെ ഫ്രീസർ താങ്ങോ? മോനെ മോനെ വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിൽ അവര് നിന്നെയും കൊന്നു തിന്നും. പെട്ടെന്ന് പൊയ്ക്കോ. നീ വിചാരിക്കുന്ന ആൾക്കാരല്ലവര്. വേഗം പൊയ്ക്കോ. ചെല്ല, പോയി റൂമിൽ പോയി കിടക്ക. സമയത്തിന് മരുന്നും കഴിക്കില്ല. ചെല്ല. അമ്മയാണോ? ആ,
അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മമ്മി ഈയിടെയായിട്ട് ഇങ്ങനെയാ. മെൽവിൻ വന്നപ്പോഴും ഇങ്ങനെയായിരുന്നു. മോനൊന്നും തോന്നരുത് കേട്ടോ. ഏയ്, അമ്മ ഇങ്ങനെയാ. കാണാത്ത ആൾക്കാരെ കാണുമ്പോൾ അമ്മ എന്തൊക്കെയോ പറയും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മേനെ ഡോക്ടറൊന്നും കാണിച്ചില്ല? ഓ, കുറേ കാണിച്ചതാ. മോനിരിക്ക, ആ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. തള്ളിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കയ്യിന്ന് പോയിന്ന് വിചാരിച്ചു. ആ മണ്ടൻ വിശ്വസിക്കാത്തോണ്ട് കുഴപ്പമില്ല. മെൽവിൻ്റെ ഫോൺ ചാർജിലാണല്ലോ. ജ്യൂസ്. എൻ്റെ ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആവേ. മെൽവിൻ്റെ ഫോണൊന്ന് മെൽവിൻ്റെ ഫോൺ കുറച്ച് നേരത്തെ ചാർജിന് ഇട്ടേ ഉള്ളൂ. ചാർജ് ആയി കാണില്ല. അല്ല, ജ്യൂസ് കുടിക്കുന്നില്ലേ? ആക്ച്വലി എനിക്ക് ചെറിയ ത്രോട്ട് പെയിൻ്റെ ഒരു പ്രശ്നമുണ്ടേ. തണുപ്പ് കുടിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാന്ന് വെച്ചിട്ട്. അതിന് വലിയ തണുപ്പൊന്നുമില്ലല്ലോ. ഇല്ല, എന്നാലും എനിക്ക് കുറച്ച് ചൂടുവെള്ളം കിട്ടും. ഒരു മരുന്നും കഴിക്കാനുണ്ട്. ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്, ഞാൻ എടുക്കാം. എന്ത് പറ്റി? അവനത് വേണ്ടാന്ന്. കുടിക്കാൻ ചൂടുവെള്ളം മതി. ചൂടുവെള്ളം അല്ലേ? ശരിയാക്കാം. മമ്മി, എനിക്കെന്തോ ഡൗട്ട് പോലെ തോന്നുന്നു. എന്ത് ഡൗട്ടടേ? അവനെന്തോ ഒരു ഉരുണ്ടുകളി പോലെ. അവൻ്റെ അമ്മയുടെ ചൂടുവെള്ളം. കൊണ്ടേ കൊടുക്ക. വെള്ളം. എൻ്റെ മരുന്ന് കാറിൽ വെച്ച് മറന്നുപോയെന്ന് തോന്നുന്നു. ചില നേരത്തെ ഭയങ്കര മറവി. അത് എന്താ ചെയ്യാ? മരുന്നില്ലെങ്കിൽ വേണ്ട, ദാഹം കാണില്ലേ? ഇല്ല, ഇല്ല, അതാ. വേറൊന്നും വിചാരിക്കരുതേ. മോള് ഗ്ലാസ് വാ. എന്നാ ഞാൻ ഫുഡ് എടുക്കാം കേട്ടോ. വാടേ. അവനെന്താ നമ്മുടെ അടുത്ത് കളിക്കുകയാണോ? ശരിയാ മമ്മി, അവൻ എന്തോ മനസ്സിലായിട്ടുണ്ട്. അവൻ്റെ കാലിൽ നോക്കി വെച്ചാൽ മതി. അവനെ ജീവനോടെ അറക്കണം എനിക്ക്. ശരി മമ്മി. മമ്മി, അവനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പണിയാ. സമയം കളയാതെ വേഗം നോക്കാമോ?
അവനെ കിട്ടിയില്ലെങ്കിലും ഉണ്ടല്ലോ എല്ലാം തീർന്നു. ഇതെല്ലാം നിന്റെ പണിയാ. ആ മെൽവിൻ വന്നപ്പോ ചോദിക്കായിരുന്നില്ലേ കൂടെ ആരെങ്കിലും ഉണ്ടോന്ന്? മമ്മി ഇതിന് വെറുതെ എന്നോട് ചൂടാവുന്നേ? അവൻ ഇങ്ങോട്ട് ചാവാനായിട്ട് വരുന്ന എനിക്കറിയായിരുന്നോ? അവൻ വന്നിട്ട് പോ, നമുക്ക് 1 മാസത്തേക്കുള്ള ഫുഡ് ആയില്ലേ? ഇനി അതും ഇതും പറഞ്ഞോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. പോയി നോക്കുന്നേ. സമയം കളയാതെ മമ്മി കൂടെ വാ. അവനെങ്ങാനും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാലുണ്ടല്ലോ എലീസ, എല്ലാം നശിക്കും. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നീ ചെല്ല്, ആ ഇലക്ട്രിക് ഫെൻസ് ഓൺ ചെയ്യ. ചെല്ല് ചെല്ല്. കളിക്കണ നമ്മളോടെ ഓണായോ? ഓടാക്കി മമ്മി. വരുന്നു. കമലിനെ ഞാൻ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റും. കരയല്ല മെല്ലെ നോക്കട്ടെ. തുറക്കാൻ പറ്റുന്നില്ല. അല്ല മമ്മി, സമയം 8 നമുക്ക് ബാക്കി നോക്കണ്ടേ? ആയിട്ടില്ല. ആ മറ്റവന് ബോധമൊക്കെ ഒന്ന് വരട്ടെ. നമ്മളെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ചതല്ലേ, അവനെല്ലാം ഒന്ന് കാണട്ടെ.
നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ വന്ന് പാത്രം കഴുകുക. മമ്മി എന്തിനാ അത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? ഒന്നുമില്ലടി. നീ എനിക്ക് ആ സീരീസ് ഒന്ന് മൊബൈലിലിട്ടോ. അതിതുവരെ കണ്ടില്ലേ? ഇല്ലടി, അത് ഇന്നൊന്ന് കണ്ടു തീർക്കണം. എന്നാ ഞാനതൊന്ന് രാത്രി അയച്ചു തരാം. എന്താടി? ഒന്നുമില്ല മമ്മി. സന്ദീപേട്ട, നാളെ ലീസയുടെ ബർത്ത്ഡേ ആണ്. സന്ദീപേട്ടൻ വരുന്നോ കൂടെ? പിന്നെ ഞാൻ ഉച്ചവരെ ഒരു മീറ്റിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞു. അവളെന്തായാലും എന്നെ കാണുമ്പോൾ നല്ലോണം സർപ്രൈസ്ഡ് ആവും, അല്ലേ സന്ദീപേട്ട? എങ്ങനെയുണ്ട്? ഇത് ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിയതാ. അവൻ തീർന്നോന്ന് പോയി നോക്കിട്ടോ. ഓക്കെ മമ്മി.
തുറന്നില്ല, ആ ഡോറും തുറന്ന് കിടക്കുകയായിരുന്നു. ഞാൻ ശരിക്കും പൂട്ടിയതാ. താക്കോലവിടെ താക്കോലിവിടെ ഉണ്ടായിരുന്നു. നീ വാ. ഈ വീട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മോനെ, ഈ വീടിന്റെ താക്കോലുകളെല്ലാം റോസിയുടെ കയ്യിലുള്ളത്. അത് കിട്ടാതെ എനിക്കോ നിനക്കോ ഈ വീടിന്റെ പുറത്ത് പോവാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യും, അമ്മയോട് വിളിച്ചിരി. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോട്ടെ. തള്ള ചതിച്ചടി. നമ്മളിനി എന്ത് ചെയ്യും മമ്മി? അവരിവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എവിടെയെങ്കിലും ഒളിച്ചിരിക്കണ്ടോ? കൈ കിട്ടിയ തള്ളയെ കൂടെ തീർത്തേക്കോ. തള്ളയെ കൊണ്ട് വെള്ളത്തിൽ ശരിയായിട്ടോ പണ്ടേ ചെയ്യേണ്ടിയായിരുന്നു. ഒളിച്ചിരിക്കണ്ടോ രണ്ടെണ്ണം കൂടെ? എൻ്റെ അടുത്ത കളി തള്ളയുടെ കൂട്ടിന് ഒരുവനും കൂടെ. മമ്മി, ഇവിടുന്ന് ഞാൻ നേരത്തെ ശബ്ദം കേട്ടെ. കൈ കിട്ടിയ ഒരു അമ്മേനെയും കൊല്ലും. എന്താ ചെയ്യാ? മുകളിലാന്ന് തോന്നുന്നു. നേരമായി അവനെ വിട്ടാ ശരിയാവില്ല. നീ ചെല്ല്, മോനി പോയി നോക്ക്. മമ്മി, ആ സ്റ്റോർ റൂമിലൂടെ ഒന്ന് നോക്ക്. ഇപ്പൊ ശരിയാക്കാവനെ.
അവനാ സ്റ്റോർ റൂമിലും ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുമായിരുന്നു. എന്നെ ഉന്തിട്ടോണ്ട് പോയി. എനിക്കറിയാം അവൻ എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല. കൈ കെട്ടിയ മെൽവിനെ പോലെ അവർ എന്നെയും കൊല്ലും. എന്നെ കൊണ്ട് പറ്റുന്നില്ല അഞ്ജലി. സന്ദീപ്, എഴുന്നേക്ക് സന്ദീപ്. ഇവിടെ ഇങ്ങനെ ഒളിച്ചിരുന്ന് അവരുടെ ഭക്ഷണമാവാനാണ് നിന്റെ തീരുമാനം? എനിക്കറിയാവുന്ന സന്ദീപ് ഇങ്ങനെ ആയിരുന്നില്ല. സന്ദീപ്, എഴുന്നേക്ക് സന്ദീപ്. ചെല്ല്, എഴുന്നേക്ക്. ഇവിടെ നിന്ന് രക്ഷപ്പെടാന്നോ? മമ്മി, 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 അയ്യോ ഓക്കെ. ആ മൈരം തീർന്നോ? വെടി കൊണ്ട് ഹോളി കിടപ്പുണ്ട്. മമ്മി വാ, ഞാൻ മരുന്ന് വെച്ചുതരാം. നീ ആ വാതിൽ ലോക്ക് ചെയ്തിട്ട് തീ എടുത്തേ. എടാ, നീ ഇനി എവിടെ പോയി ഒളിച്ചിട്ട് ഒരു കാര്യമല്ലടാ. ഇവിടെ കേറി വന്ന് നിനക്ക് ജീവനോട് രക്ഷപ്പെട്ടു പോവാന്ന് തോന്നുന്നുണ്ടോ? ഇറങ്ങി പോടോ. അവനിതിൽ മുകളിലേക്ക് പോയിന്നാ തോന്നണേ. മമ്മി ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം.
മമ്മി 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 അമ്മ താഴെ നോക്ക്. അമ്മ ഇറങ്ങി വാ അമ്മ. കഴുത്തേൽ ഇറക്കിക്കൊണ്ട് താഴെക്കടി. അമ്മ താഴെക്കടി. തോക്ക് താഴെ ഇവിടെ കഴുത്തേൽ ഇറക്കും. No, no. ഇറങ്ങി വാ അമ്മ. മമ്മി, ചെയ്യരുത്. മമ്മി ചേട്ടാ അമ്മ. അമ്മ. എന്റെ മമ്മി ഒന്നും ചെയ്യരുത്. വാ. മമ്മി അവൻ പറയണ കേക്കില്ല മോളെ. ഇറങ്ങി നിൽക്കടി. താക്കോലെടുക്കമ്മ. വാ അമ്മ. അമ്മ വേണ്ടടി. അമ്മ വാ. താക്കോലെടുക്കമ്മ. No, no. ഡി. ശബ്ദം ഉണ്ടാക്കണ്ട. കഴുത്തേൽ ഇറക്കടി. താക്കോലെടുക്ക. ചേട്ടാ പ്ലീസ് ചേട്ടാ പ്ലീസ് വേണ്ട എന്റെ മമ്മി ഒന്നും ചെയ്യരുത്. ചേട്ടാ നോ പ്ലീസ് ചേട്ടാ മമ്മി ഒന്നും ചെയ്യരുത്. ചേട്ടാ നിങ്ങൾ ഇതിനെ അനുഭവിക്കാം. എന്റെ മമ്മി നോക്കിക്കോ. നോ എഴുതോ തുറക്കമ്മ. നോക്കി നിൽക്കാതെ തോക്കെടുത്ത് വെടിവെക്കണേ. ഡി. വേണ്ട. വേണ്ട. കൊല്ലു ഞാനിവിടെ. വേണ്ട. വേണ്ട. മോളെ to die, but not as a food.
മെൽവിൻ്റെ ബോഡി നാട്ടിലെത്തിക്കണം. കാര്യങ്ങളെല്ലാം പോലീസിൽ അറിയിക്കണം. അമ്മ ഇനി എൻ്റെ കൂടെ നിൽക്കട്ടെ, അല്ലേ അമ്മേ? അമ്മ, അമ്മ, അമ്മ. അമ്മയോ? നിനക്ക് തെറ്റിപ്പോയി മോനെ. നീ കരുതും പോലെ നിന്നെ രക്ഷിക്കാൻ വന്നതല്ല ഞാൻ. അവര് കൊന്നിട്ട് ആ പയ്യന്റെ ഇറച്ചി വല്ലതും കിട്ടുമോ നോക്കാൻ വന്നതാ. അപ്പോഴാ നിന്നെ ഇവിടെ കണ്ടത്. കുറേ ആയിട്ട് അവരെനിക്ക് മനുഷ്യന്റെ ഇറച്ചി തരാറില്ല. അവരെയൊക്കെ ഇത് കഴിപ്പിക്കാൻ പഠിപ്പിച്ചതാരാ? ഈ ഞാൻ. പറഞ്ഞു തരണോ? ആയിക്കോട്ടെ, പറഞ്ഞു തരാം. കല്യാണത്തിന് ശേഷം അമേരിക്കയിലായിരുന്നു ഞങ്ങൾ. ഇച്ചായൻ്റെ ഒരു ഫ്രണ്ട് വഴി പരിചയപ്പെട്ട ചിലരുമായി എന്തോ ബിസിനസ് ഡീലിന് വേണ്ടി ഇച്ചായൻ്റെ കൂടെ ഞാനും പോയി ഉറുഗ്വയിലേക്ക്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവർക്കെന്തോ കള്ളക്കടത്ത് നടത്താൻ വേണ്ടി ഇച്ചായനെ മറയാക്കുകയായിരുന്നെന്ന്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതിരിക്കുമ്പോഴാണ് മറ്റൊരു സുഹൃത്ത് വഴി ഇച്ചായൻ പീറ്ററിനെ വിളിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥയിൽ സഹതാപം തോന്നി അദ്ദേഹം ആരും അറിയാതെ രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രെഡിയുടെ ഒരു റഗ്ബി ടീം പിറ്റേ ദിവസം കുറച്ചു പേരുമായി ചിലിയിലേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ആരും അറിയാതെ ഞങ്ങളെയും കൊണ്ടുപോകാൻ മകനോട് അദ്ദേഹം ഏർപ്പാട് ചെയ്തു. അങ്ങനെ 1972 ഒക്ടോബർ 13 കരാസ്കോ എയർപോർട്ടിൽ നിന്നും വേറെ 40 പേരോട് ഞങ്ങളും ചിലിയിലേക്ക് ഫ്ലൈറ്റ് കയറി. മോശം കാലാവസ്ഥയോ ഞങ്ങളുടെ കഷ്ടകാലമോ ആൻഡസ് പർവ്വതത്തിന് മുകളിൽ ഞങ്ങളുടെ വിമാനം ഇടിച്ചിറങ്ങി. വീഴ്ചയിൽ പരിക്കുകളോടെയോ അല്ലാതെയോ ഞങ്ങൾ 36 പേർ രക്ഷപ്പെട്ടു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും സഹായിക്കാൻ വന്നില്ല. പരിക്കും തണുപ്പും മൂലം ഓരോരുത്തരായി പിന്നെയും മരിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ 18 പേർ ബാക്കിയായി. ഭക്ഷണം കിട്ടാതെ എല്ലാവരും മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. മരിച്ചുപോയ കൂടെയുള്ളവരുടെ ശരീരം ഭക്ഷണമാക്കാൻ തീരുമാനിച്ചു.
1 മാസത്തോളം അതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. പിന്നെ ഞങ്ങൾ 4 പേർ രക്ഷപ്പെടാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. കുറേ കഷ്ടപ്പെട്ടെങ്കിലും അവസാനം ഞങ്ങൾ ചിലി അതിർത്തിയിലെത്തി. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന വിവരം ആരോടും പറയില്ലെന്ന് അവർ വാക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ ചിലി വഴി രക്ഷപ്പെട്ടു. എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി. കഴിഞ്ഞതെല്ലാം ഞങ്ങൾ മറന്നു. ഒന്നൊഴികെ മനുഷ്യൻ്റെ ഇറച്ചിയുടെ സ്വാദ്. അത് മാത്രം മറക്കാൻ പറ്റാതായപ്പോൾ ഇച്ചായൻ ഇടയ്ക്കൊക്കെ അനാഥരായ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് വേട്ടയാടി കൊന്ന് ഞങ്ങൾ കറി വെച്ച് കഴിക്കും. അമ്മനെ പൊന്നു മോളല്ലേ, ഇതൊന്ന് കഴിച്ചേ. ഞാനാ റോസിക്കും ആ രുചി പറഞ്ഞു കൊടുത്തത്. അവൾക്ക് മനുഷ്യന്റെ ഇറച്ചി കൂട്ടി കൊടുത്തത്. കാലം കുറെ കഴിഞ്ഞപ്പോ അവൾക്ക് എന്നെ വേണ്ടാതായി. അവൾക്ക് അവളുടെ മകള് മതി. പണ്ടൊക്കെ റോസിക്ക് എന്നെ എന്തിഷ്ടായിരുന്നു എന്നറിയോ? അതൊക്കെ ഒരു കാലം. എത്രയായ ഒരു മനുഷ്യന്റെ ഇറച്ചി കഴിച്ചിട്ട്. മോനെ മോനെ ഞാൻ വേദനിപ്പിക്കാതെ കൊല്ലാട്ടോ. അടിപൊളി. പെട്രോളും തീർന്നു. എന്തൊരു കഷ്ടം നോക്കണേ മനുഷ്യന്റെ ഒരു അവസ്ഥകള്. പണ്ടാരടങ്ങാനായിട്ട് ഞാൻ ആ ബാബേട്ടനോട് കാല് പിടിച്ച് പറഞ്ഞതാ ഒന്നും കൂടെ വരാൻ. ഇതിപ്പോ പെട്രോളും തീർന്നു, വഴി തെറ്റി. ഏതോ കാട്ടില് ഒരു മനുഷ്യനുമില്ല, മൊബൈലാണ് റേഞ്ചും ഇല്ല.
റോഡിനുള്ള ഇച്ചാതിരി വീടോ? ഇവിടെ ആരും കാണാനും ഇല്ലല്ലോ. ഞാനേ ഇവിടെ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി വന്നിരുന്നേ. അപ്പോ നിങ്ങളവിടെ താഴത്ത് കാറിന്റെ അവിടുത്തെ വണ്ടിയെ പോയിട്ട് ഇവിടെ മൊബൈലിലാണെങ്കിൽ റേറ്റും ഇല്ല, ആകെ പെട്ടുപോയി. നിങ്ങളെ ഫോണ് തരുമോ? കൊണ്ടേ വേണ്ടിട്ടാ. ബുദ്ധിമുട്ടാകുമ്പോ ഇല്ലല്ലോ അല്ലേ? വയറ് കുറച്ച് കൂടുതൽ.